ഇന്ന് നമ്മൾ സയൻസിൽ ലോഹങ്ങൾ എന്ന ഹെഡിങ്ങാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കും പ്ലസ് റാങ്ക് ഫയലും കമ്പൈൻ ചെയ്തിട്ടാണ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്ന ഘടകം ഏതാണ്? ഇലക്ട്രോണുകളാണ്. രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന മൂലകങ്ങളാണ് ലോഹങ്ങൾ. രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന മൂലകങ്ങളാണ് ലോഹങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ലോഹങ്ങൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന മൂലകങ്ങളായതുകൊണ്ട് ലോഹങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ്. ലോഹങ്ങൾ അറിയപ്പെടുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ലോഹങ്ങളുടെ ചാലകത നിർണ്ണയിക്കുന്നത് ഇലക്ട്രോണുകളാണ്. രാസപ്രവർത്തന വേളയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന മൂലകങ്ങളാണ് ലോഹങ്ങൾ. അതുകൊണ്ട് ലോഹങ്ങൾ എന്താണ്? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങളാണ്. ഓക്കെ, ഇനി ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണേത്? പഠനം അറിയപ്പെടുന്നത് എന്താണ്? മെറ്റലർജി. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മെറ്റലർജി എന്നാണ്. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് ആരാണ്? അന്റോണിയോ ലവോസിയോ ആണ്. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് അന്റോണിയോ ലവോസിയോ ആണ്. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത്. ഇനി ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയമാണ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയം. ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ലിഥിയം. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിക്കുകയാണെങ്കിൽ ലിഥിയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ SCERT എടുത്ത് പറയുന്നതാണ് ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകൾ. ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകളിൽ ആദ്യം പറയുന്നത് മാലിയബിലിറ്റിയാണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണെന്ത്? മാലിയബിലിറ്റി. ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കിയിട്ട് മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത അറിയപ്പെടുന്നത് എന്താണ്? മാലിയബിലിറ്റി. അപ്പോൾ ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകളിൽ നമ്മൾ ആദ്യം പറയുന്നത് മാലിയബിലിറ്റിയാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഏതാണ്? സ്വർണ്ണമാണ് കേട്ടോ. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ സ്വർണ്ണമാണ്. അപ്പം മാലിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. മാലിയബിലിറ്റി എന്ന് വെച്ചാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണ് എന്ത്? മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ ലോഹങ്ങളുടെ അടുത്ത പൊതുവായ ഒരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി? അതായത് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷതയാണ് എന്ത്? ഡക്റ്റിലിറ്റി. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷതയാണ് എന്ത്? ഡക്റ്റിലിറ്റി. ഇനി ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ചോദിച്ചാൽ ഏതാണ്? പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹമാണ് പ്ലാറ്റിനം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ചോദിച്ചാൽ ഓസ്മിയം. സാന്ദ്രത കുറഞ്ഞ ലോഹം ചോദിച്ചാൽ ലിഥിയം. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. അതുപോലെ ലോഹങ്ങളുടെ പൊതുവായ മറ്റൊരു സവിശേഷതയാണ് കാഠിന്യം. കാഠിന്യമാണ് ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? കാഠിന്യം. ഓക്കെ, നെക്സ്റ്റ് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി. എന്താണ്? ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമാർന്നതായിരിക്കും. ഈ സവിശേഷതയാണ് എന്ത്? ലോഹദ്യുതി. ഓക്കെ, അപ്പോൾ നമ്മൾ സവിശേഷതകൾ മാലിയബിലിറ്റി പറഞ്ഞു, ഡക്റ്റിലിറ്റി പറഞ്ഞു, ലോഹദ്യുതി. നെക്സ്റ്റ്
മൃദുലോഹങ്ങളാണ് നോക്കുന്നത്. അതായത് കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ് ഇത് മൃദുലോഹങ്ങൾ. പേരിൽ തന്നെ ഉണ്ടല്ലേ, മൃദുവായ ലോഹങ്ങൾ. അത് കത്തി ഉപയോഗിച്ച് നമുക്ക് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ. ഉദാഹരണം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതിനൊരു ചെറിയൊരു കോഡ് ഞാൻ പറയാം. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മൃദുലോഹങ്ങളാണ്. അതായത് പൊട്ടാസ്യം പി വെച്ചിട്ട് പോലീസ് എന്നുള്ള ഒരു ഓർക്കുക. പോലീസിലെ പ എന്ന് പറയുമ്പോൾ എന്താണ്, പോലീസ് അല്ലേ. പോലീസിൽ അതിൽ പ ഫസ്റ്റ് പൊട്ടാസ്യം, ല എന്നുള്ളത് ലിഥിയാണെന്ന് ഓർക്കണം. പോലീസ് സ് എന്നുള്ളത് എസ് സോഡിയാണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ കോഡ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കാം. മൃദുലോഹങ്ങൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ പോലീസ് എന്നുള്ളൊരു കോഡ് ജസ്റ്റ് വെറുതെ ഓർക്കുക. അപ്പോൾ പൊട്ടാസ്യം കിട്ടും, ലിഥിയം കിട്ടും, സോഡിയം കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹമാണ് ടങ്സ്റ്റൺ. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ലോഹം ടങ്സ്റ്റൺ ആണ്. നെക്സ്റ്റ് താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷത എന്താണ്? താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷതയാണ് താപചാലകത. താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷതയാണ് എന്ത്? താപചാലകത. അപ്പം ലോഹങ്ങൾ എന്താണ്? താപചാലകങ്ങളാണ്. ലോഹങ്ങൾ താപം കടത്തിവിടുന്നവയാണ്. ലോഹങ്ങൾ എന്താണ്? താപചാലകങ്ങളാണ്. അതിൽ ഏറ്റവും മികച്ച താപചാലകം ഏതാണ്? ഏറ്റവും മികച്ച താപചാലകം ചോദിച്ചാൽ ഏതാണ്? വെള്ളിയാണ്. ഏറ്റവും മികച്ച താപചാലകം ഏതാണ്? വെള്ളിയാണ്. അപ്പോൾ താപം കടത്തിവിടാനുള്ള ലോഹത്തിൻ്റെ സവിശേഷതയാണ് താപചാലകത. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. ഏറ്റവും മികച്ച താപചാലകമാണ് വെള്ളി. നെക്സ്റ്റ് വൈദ്യുത ചാലകത എന്താണ്? നമ്മൾ താപചാലകത നോക്കി, ഇനി നെക്സ്റ്റ് വൈദ്യുത ചാലകത. അതെന്താണ്? വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ് അല്ലേ. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് എന്ത്? വൈദ്യുത ചാലകത. അപ്പോൾ എല്ലാ ലോഹങ്ങളും എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം ഏതാണ്? വെള്ളിയാണ്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ചോദിച്ചാൽ കോപ്പർ. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? കോപ്പറാണ്. ഇനി വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ ഏതാണ്? അലൂമിനിയാണ്. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? അലൂമിനിയം. അപ്പോൾ വൈദ്യുത ചാലകത എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. എല്ലാ ലോഹങ്ങളും എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. വീടുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ചോദിച്ചാൽ കോപ്പറാണ്. വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്? അലൂമിനിയാണ്. നെക്സ്റ്റ് ഇതൊക്കെ SCERT ആണ് കേട്ടോ. കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൊണാരിറ്റി എന്താണ്? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ് എന്ത്? സൊണാരിറ്റി. ഇലത്താളം, മണികൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷത എന്താണ്? സൊണാരിറ്റിയാണ്. ഓക്കെ, ഇലത്താളം, മണികൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് സൊണാരിറ്റി. ഇനി ലോഹങ്ങൾ പൊതുവെ എങ്ങനെയാണ്? ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയുമാണ്. ലോഹങ്ങൾ പൊതുവെ എങ്ങനെയാണ്? ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും ഉയർന്ന സാന്ദ്രതയുള്ളവയുമാണ്. ക്വസ്റ്റ്യൻ നോക്കുക. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. താഴ്ന്ന താപനിലയിലാണ് കേട്ടോ. നോക്കുക ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം, മെർക്കുറി. അപ്പം ഞാൻ ജസ്റ്റ് മെഗാസ് എന്നുള്ള ഒരു കോഡ് എഴുതുന്നുണ്ട് ഇവിടെ. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളത് ഓർക്കുക. മെഗാസ്, അതായത് മെഗാസ് എന്നുള്ളതിൽ എന്താണ്? മെർക്കുറി. മെഗാസ്, ഗ എന്ന് പറയുമ്പോൾ ഗാലിയം,
എസ് സി സി ആണ്. അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. ഏതാണ്? ഗാലിയം, സീസിയം, മെർക്കുറി. ഞാൻ ഇവിടെ എഴുതാം മെഗാസ് അല്ലേ, മെഗാസ്. എം എന്ന് പറയുമ്പോൾ മെർക്കുറി, ഗാസ് അല്ല ഗാ എന്ന് പറയണത് ഗാലിയം, എസ് എന്ന് പറയുന്നത് സീസിയം. താഴ്ന്ന താപനിലയിൽ ഉരുകുന്ന ലോഹങ്ങളാണ് ഗാലിയം, സീസിയം, മെർക്കുറി. ഓക്കെ. ഇനി സാന്ദ്രത, അടുത്ത ക്വസ്റ്റ്യനാണ്. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ്, അതായത് സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? മൃദുലോഹങ്ങൾ അല്ലേ, കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ സാധിക്കുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ അല്ലെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളും ഏതാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോഹങ്ങളുടെ രാജാവ് ആരാണ്? സ്വർണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ചോദിച്ചാൽ സോഡിയം, പൊട്ടാസ്യം. ഏതാണ്? സോഡിയം, പൊട്ടാസ്യം. അപ്പോൾ നമ്മൾ വെറുതെ സോപ്പ് എന്നൊക്കെ ഒരു കോഡ് യൂസ് ചെയ്യാം കേട്ടോ. സോപ്പ്, സോഡിയം, പൊട്ടാസ്യം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ, മണ്ണെണ്ണ സോപ്പ് എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പം മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ ഏതാണ്? സോഡിയം, പൊട്ടാസ്യം. ഓക്കെ. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങൾ സോഡിയം, പൊട്ടാസ്യം. നെക്സ്റ്റ്, അതിൽ പറയുന്ന വേറൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്നത് ക്ലോറിനാണ്. സോഡിയം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നമായിട്ട് ലഭിക്കുന്നത് ഏതാണ്? ക്ലോറിൻ. നെക്സ്റ്റ്, കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഏതാണ്? കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹമാണ് ഗാലിയം. കൈവെള്ളയിലെ ചൂടിൽ പോലും ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹം ഏതാണ്? ഗാലിയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? കൊബാൾട്ടാണ്. സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാൽ കൊബാൾട്ടാണ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സീസിയം ആണ്. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന ലോഹം ചോദിച്ചാൽ സീസിയം. നെക്സ്റ്റ്, സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹങ്ങളാണ് മെർക്കുറി. ഏതൊക്കെയാണ്? മെർക്കുറി, സീസിയം, ഫ്രാൻഷ്യം, ഗാലിയം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹങ്ങളാണ് മെർക്കുറി, സീസിയം, ഫ്രാൻഷ്യം, ഗാലിയം. ഓക്കെ. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിലാകുന്ന ലോഹങ്ങളാണ് മെർക്കുറി, സീസിയം, ഫ്രാൻഷ്യം, ഗാലിയം. നെക്സ്റ്റ്, എക്സ്റേ ട്യൂബ്സിൻ്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? എക്സ്റേ ട്യൂബ്സിൻ്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ബെറിലിയം. എക്സ്റേ ട്യൂബ്സിൻ്റെ വിൻഡോസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ബെറിലിയം. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഏതാണ്? ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹം ഏതാണ്? ഇറിഡിയം. ഏതാണ്? ഇറിഡിയം. അതായത് ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹമാണ് ഇറിഡിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇറിഡിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ഇറിഡിയം. ഏറ്റവും കുറഞ്ഞ തോതിൽ ദ്രവിക്കുന്ന ലോഹമാണ് ഇറിഡിയം. നെക്സ്റ്റ്, കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം, ആ കാ വെച്ചിട്ട് തന്നെ ഓർക്കുക, ക്രോമിയം. കാഠിന്യം ഏറ്റവും കൂടിയ ലോഹമാണ് ക്രോമിയം. കാഠിന്യം ഏറ്റവും കൂടിയ ലോഹം ക്രോമിയം. പ്രതീക്ഷയുടെ ലോഹം എന്ന് വിളിക്കുന്നത് യുറേനിയമാണ്. പ്രതീക്ഷയുടെ ലോഹം ഏതാണ്? യുറേനിയം. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. നെക്സ്റ്റ്, പ്രതിപ്രവർത്തനം ഏറ്റവും കുറഞ്ഞ ലോഹം ചോദിച്ചാൽ പ്ലാറ്റിനം. പ്രതിപ്രവർത്തനം ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ സീസിയം, ഫ്രാൻഷ്യം.
പ്രതിപ്രവർത്തനം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? പ്ലാറ്റിനമാണ്. പ്രതിപ്രവർത്തനം ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സീസിയം, ഫ്രാൻഷ്യം. അപ്പോൾ കാഠിന്യം ഏറ്റവും കൂടിയത് ക്രോമിയം, പ്രതീക്ഷയുടെ ലോഹം യുറേനിയം, പ്രതിപ്രവർത്തനം ഏറ്റവും കുറവ് പ്ലാറ്റിനം, ഏറ്റവും കൂടുതൽ സീസിയം, ഫ്രാൻഷ്യം. നെക്സ്റ്റ് വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? കൊബോൾട്ട് അല്ലേ. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കൊബോൾട്ട്. ദെൻ ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്. ഒന്നുകൂടെ ഓർക്കുക, ഭാവിയുടെ ഇന്ധനം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ് കേട്ടോ. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം, ഭാവിയുടെ ഇന്ധനം ചോദിക്കുകയാണെങ്കിൽ ഹൈഡ്രജനും. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം, ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജൻ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കുലീന ലോഹങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ് കുലീന ലോഹങ്ങൾ? സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, പ്ലാറ്റിനമാണ് കുലീന ലോഹങ്ങൾ. ഇനി സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ്? അക്വാറീജിയ. അക്വാറീജിയയാണ് സ്വർണം ലയിക്കുന്ന ദ്രാവകം. ഓക്കെ, കുലീന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. സ്വർണം ലയിക്കുന്ന ദ്രാവകം ചോദിച്ചാൽ അക്വാറീജിയയാണ്. അതായത് നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും മിശ്രിതമാണ് അക്വാറീജിയ. രാജകീയ ദ്രാവകം എന്നൊക്കെ അറിയപ്പെടുന്നത് അക്വാറീജിയയാണ്. ഓക്കെ, നെക്സ്റ്റ് രത്നലോഹം ഏതാണ്? രത്നലോഹം ബെറിലിയമാണ് കേട്ടോ. രത്നലോഹം ഏതാണ്? ബെറിലിയം. രത്നലോഹം ബെറിലിയമാണ്. ഇനി വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത് എന്താണ്? സൾഫറിൻ്റെ സംയുക്തങ്ങളാണ് വെള്ളി ആഭരണങ്ങളെ കറുപ്പിക്കുന്നത്. സൾഫറിൻ്റെ സംയുക്തങ്ങളാണ്. നെക്സ്റ്റ് ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ ഉള്ള ലോഹം ഏതാണ്? ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ചോദിച്ചാൽ പച്ചിരുമ്പാണ് അല്ലേ. പ്രപഞ്ചത്തിലും ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ് കേട്ടോ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. പ്രപഞ്ചത്തിലും ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. നെക്സ്റ്റ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചോദിച്ചാൽ ഏതാണ്? ചെമ്പാണ് കേട്ടോ. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പാണ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? ചെമ്പാണ്. പഞ്ചലോഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ചെമ്പാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയം. ഭൂവൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ലോഹം അലൂമിനിയമാണ്. കളിമണ്ണിൽ സമൃദ്ധമായിട്ടുള്ള ലോഹം ഏതാണ്? അലൂമിനിയമാണ്. കളിമണ്ണിലും സമൃദ്ധമായിട്ടുള്ള ലോഹം അലൂമിനിയമാണ്. നമ്മൾ ആഹാര പദാർത്ഥങ്ങളൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആ ലോഹം ഏതാണ്? അലൂമിനിയമാണ്. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അലൂമിനിയമാണ്. നെക്സ്റ്റ് അതുപോലെ മാംഗനീസ്, ക്രോമിയം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും ഏതാണ്? അലൂമിനിയമാണ്. മാംഗനീസ്, ക്രോമിയം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ചോദിച്ചാൽ ആലമാണ്. തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന അലൂമിനിയം സംയുക്തം ഏതാണ്? ആലമാണ്. അതുപോലെ നമ്മൾ വൈദ്യുത പോസ്റ്റുകളിൽ നേരത്തെ പറഞ്ഞു, വൈദ്യുത പോസ്റ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുത കമ്പികൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അപ്പോൾ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയമാണ്. കളിമണ്ണിലും സമൃദ്ധമായിട്ടുള്ള ലോഹം അലൂമിനിയമാണ്. ആഹാര പദാർത്ഥങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. മാംഗനീസ്, ക്രോമിയം എന്നിവയെ അയിരിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ്. നെക്സ്റ്റ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡാണ്. ടൂത്ത് പേസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ചോദിക്കുകയാണെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം സംയുക്തം ചോദിച്ചാൽ മഗ്നീഷ്യം കാർബണേറ്റ് ആണ്.
ചിലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? സോഡിയം നൈട്രേറ്റ് ആണ്. ചിലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് ആണ്. നെക്സ്റ്റ്, സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ചോദിച്ചാൽ മെർക്കുറി. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. മെർക്കുറിയുടെ സവിശേഷതകൾ നോക്കാം. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് ഏത്? മെർക്കുറി. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹമാണ് മെർക്കുറി. മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ഫ്ലാസ്ക് ആണ്. മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫ്ലാസ്ക് ആണ്. മെർക്കുറി സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് അമാൽഗങ്ങൾ എന്നാണ്. മെർക്കുറി സംയുക്തങ്ങൾ അറിയപ്പെടുന്നത് അമാൽഗങ്ങൾ എന്നാണ്. ലിക്വിഡ് സിൽവർ ഏതാണ്? ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നതും മെർക്കുറിയാണ്. ഒരു ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ 34.5 കിലോഗ്രാം ആണ് കേട്ടോ. അപ്പോൾ മെർക്കുറി അളക്കുന്നതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഫ്ലാസ്ക് ആണ്. ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം മെർക്കുറിയാണ്. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറിയാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. നെക്സ്റ്റ്, എക്സ്റേ കടത്തിവിടാത്ത ലോഹം. എക്സ്റേ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ് അല്ലെങ്കിൽ കറുത്തീയം. എക്സ്റേ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ് അല്ലെങ്കിൽ കറുത്തീയം. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ലെഡാണ്. അതുപോലെ വാഹനത്തിൻ്റെ പുക വഴി പുറന്തള്ളപ്പെടുന്ന ലോഹം ഏതാണ്? ലെഡാണ്. പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായിട്ടുള്ള ലോഹം ചോദിച്ചാലും ലെഡാണ്. ഓർക്കുക, പെയിൻറ്റിൽ അടങ്ങിയിരിക്കുന്ന മനുഷ്യന് ഹാനികരമായിട്ടുള്ള ലോഹം ഏതാണ്? ലെഡാണ്. എക്സ്റേ കടത്തിവിടാത്ത ലോഹമാണ് ലെഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുവാൻ ചേർക്കുന്ന രാസവസ്തു. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുവാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ചോദിച്ചാൽ ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ്. നെക്സ്റ്റ്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഏതാണ്? ബേക്കിംഗ് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ഏതാണ്? ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആണ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഏതാണ്? ടൈറ്റാനിയം ആണ് കേട്ടോ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ടൈറ്റാനിയാണ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയമാണ്. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയമാണ്. വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ്. പെയിൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടൈറ്റാനിയം ഡൈ ഓക്സൈഡ്. ഇപ്പോൾ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയമാണ്. ഭാവിയുടെ ലോഹം, അത്ഭുത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ്.